എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കോറോ ഹെൽത്ത് എന്ന IT കമ്പനി കേന്ദ്ര സർക്കാർ പാസാക്കിയ പുതിയ ലേബർ കോഡുകളുടെ മറവിൽ 750 തൊഴിലാളികളെ ഒറ്റയടിക്ക് പിരിച്ചുവിട്ട നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. 100 അതിൽ കൂടുതലോ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുവാൻ സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വേണമെന്ന നിയമം പുതിയ ലേബർ കോഡിലൂടെ 300 എന്ന പരിധിയിലേക്ക് ഉയർത്തി തൊഴിൽ സുരക്ഷയെ കേന്ദ്രം അട്ടിമറിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ കോറോ ഹെൽത്തിൽ കാണുന്ന സംഭവവികാസങ്ങൾ. കടുത്ത തൊഴിൽ ചൂഷണത്തിനെതിരെ പ്രതികരിച്ച തൊഴിലാളികളെ കൈകാര്യം ചെയ്ത രീതി അംഗീകരിക്കാൻ കഴിയുന്നതല്ല. തൊഴിൽ നിയമങ്ങളെ കാറ്റിൽ പറത്തി ഏകപക്ഷീയമായി നടത്തുന്ന ഇത്തരം പിരിച്ചുവിടലുകൾ കേരളം പോലുള്ള ഒരു സംസ്ഥാനം അംഗീകരിക്കില്ല. സംസ്ഥാനത്ത് വ്യാപകമായി കോഴിക്കോടും എറണാകുളത്തും തിരുവനന്തപുരത്തും IT അനുബന്ധ സ്ഥാപനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന തൊഴിലാളി വിരുദ്ധ നീക്കങ്ങൾക്കെതിരെ CIT അതിശക്തമായി പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകും. IT അനുബന്ധ മേഖലകളിൽ ശക്തമായ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ ഇല്ലാത്തതാണ് മാനേജ്മെൻറ്റുകൾ ഇത്തരത്തിലുള്ള തൊഴിലാളി വിരുദ്ധ നടപടികൾ സ്വീകരിക്കുവാൻ കാരണം. ഈ മേഖലയിൽ ശക്തമായ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരേണ്ടത് തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ അനിവാര്യമാണെന്ന് CIT കാണുന്നു. പുതിയ ലേബർ കോഡുകൾ നടപ്പിലാക്കാത്ത നിലവിലെ സാഹചര്യത്തിൽ നിലവിലുള്ള ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 പ്രകാരം ഇത്തരം നിയമവിരുദ്ധ പിരിച്ചുവിടലുകൾക്കെതിരെ ശക്തമായി പോരാടുവാൻ തൊഴിലാളികൾക്ക് അവകാശമുണ്ട്. ഈ നിയമത്തിലെ ചാപ്റ്റർ 5B പ്രകാരം 100 അതിലധികമോ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങളിൽ ലേ ഓഫ് ചെയ്യാനോ തൊഴിലാളികളെ പിരിച്ചുവിടാനോ സ്ഥാപനം പൂട്ടി പോകാനോ സർക്കാരിൻ്റെ മുൻകൂർ അനുമതി നിർബന്ധമാണ്. കോറോ ഹെൽത്ത് മാനേജ്മെൻറ്റ് ഈ നിയമപരമായ നടപടികൾ പാലിക്കാതെയാണ് തൊഴിലാളികളെ പുറത്താക്കിയിട്ടുള്ളത്. ഇത് വ്യക്തമായ നിയമലംഘനമാണ്. അതിനാൽ ഈ നിയമവിരുദ്ധ പിരിച്ചുവിടലിനെതിരെ ലേബർ കമ്മീഷണർക്കും ലേബർ കോടതികൾക്കും മുന്നിൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആയി ഉന്നയിക്കുവാനും തൊഴിലാളികളെ തിരിച്ചെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങാനും CIT മുൻകൈയെടുക്കും. കഴിഞ്ഞ LDF സർക്കാർ കേന്ദ്ര ലേബർ കോഡുകളെക്കുറിച്ച് പഠിക്കാൻ ജസ്റ്റിസ് V. ഗോപാലഗൌഡ അധ്യക്ഷനായ സമിതിയെ നിയമിച്ചിരുന്നു. ഈ സമിതി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ കൂടുതൽ ജാഗ്രത പുലർത്തണം. BMS ഒഴികെയുള്ള എല്ലാ തൊഴിലാളി സംഘടനകളുടെയും അനുമതിയോടെയാണ് LDF സർക്കാർ ഈ കാര്യത്തിൽ നിലപാട് എടുത്തിട്ടുള്ളത്. അതിനാൽ തൊഴിലാളികളുടെ താൽപ്പര്യം സംരക്ഷിക്കുവാൻ സർക്കാർ മടിക്കാതെ നടപടി സ്വീകരിക്കണം.